മറ്റു സംഘടനാ ഗ്രൂപ്പുകൾക്ക് പറ്റുന്ന എന്താണ്, അവർക്ക് ചെറിയ കൈക്ക് സ്വാധീനമോ കാലത്ത് സ്വാധീനമോ കൈ മടങ്ങാത്തതോ എല്ലാം നമ്മുടെ ഭിന്നശേഷി സൗകര്യങ്ങളാണ്. ഈ ഗവൺമെന്റ് തലത്തിലേക്ക് ഇത് സംസാരിക്കുമ്പോൾ നമുക്ക് അന്ന് മനസ്സിലാവുന്നത് ഇങ്ങനൊരു വിഭാഗത്തെക്കുറിച്ച് അവർക്കറിയില്ല, അത് ഭിന്നശേഷിക്കാരാണെന്ന് മാത്രമേ ഉള്ളൂ. ഇങ്ങനൊരു കൂട്ടരുണ്ടോ എന്ന് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇത്രയും നിങ്ങളുടെ ഭാവങ്ങളുണ്ടോ? അത് ബോധ്യപ്പെടുത്താൻ അത്രയേറെ തുടക്ക കാലഘട്ടങ്ങളിൽ പ്രയാസം അനുഭവിച്ചിട്ടുണ്ട്. ആദ്യ വർഷങ്ങളിൽ ഈ സംഘടന രൂപീകരിച്ച് കണ്ണൂരിൽ രജിസ്റ്ററായി കഴിഞ്ഞപ്പോൾ ഏറ്റവും സംഘടന ആദ്യമായിട്ട് ചെയ്തത് നമ്മളുടെ ആവശ്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു നിവേദനം കേരളത്തിലെ 14 ജില്ലകളിൽ, തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ വീൽ ചെയറിൽ അകത്തളങ്ങളിൽ അകപ്പെട്ടിരിക്കുന്ന ഈ സമൂഹം ഒന്നിച്ച് ഒരേ ദിവസം ഡിസംബർ 3-ന് അന്ന് നമ്മൾ അതാത് കളക്ടറേറ്റുകളിൽ വിതരണം ചെയ്തു. അന്ന് പലരും ഇത് തുടങ്ങിയപ്പോൾ എൻ്റെ ചോദിച്ചു, ഇതൊന്നും നടക്കുകയില്ലായിരുന്നു. പക്ഷെ നിശ്ചയദാർഢ്യം നമുക്കുണ്ടായിരുന്നു. നമ്മളുടെ മുന്നിൽ ശക്തമായ ഒരു നിശ്ചയദാർഢ്യം നമുക്കുള്ളത് കൊണ്ടാണ് കേരളത്തിലെ 14 ജില്ലകളിൽ നമ്മളുടെ നിവേദന സമർപ്പണം നടത്തി. അതാണ് നമ്മുടെ ആദ്യത്തെ ചോദ്യം. അതിനുശേഷം സംഘടനാ രൂപീകരണം വന്നതിന് ശേഷം ആ ശക്തമായ പിന്തുണയോടുകൂടി കേരളത്തിൽ നമ്മുടെ ആവശ്യങ്ങൾ സർക്കാർ തലത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി രണ്ടാം ഘട്ടത്തിൽ അന്ന് പറഞ്ഞതാണ്, ഉദ്യോഗസ്ഥർ പറയുമായിരുന്നു കളക്ടറേറ്റിലും സെക്രട്ടേറിയറ്റിലും ഫയലുകൾ തുറക്കാൻ പറ്റുന്നില്ല, അത്രയേറെ നിവേദനങ്ങളുടെ സമർപ്പണമാണ്. അതിനെന്ന് പറഞ്ഞാൽ നമ്മുടെ ആവശ്യങ്ങൾ അത്രത്തോളം ഉണ്ടായിരുന്നു. സർക്കാർ തലത്തിൽ അത് അറിയുന്നില്ല, അല്ലെങ്കിൽ പ്രാദേശിക നേതാക്കളോട് അവർക്കറിയില്ല നമ്മുടെ ആവശ്യങ്ങൾ, നമുക്ക് വേണ്ടുന്ന വാഹന സൗകര്യം, അതായത് സഞ്ചാര സ്വാതന്ത്ര്യം ഏറ്റവും കൂടുതൽ. അന്നും ഇന്നും ഞാൻ പറയുന്ന ഒരൊറ്റ കാര്യമാണ്, നമ്മളുടെ ഭാഗത്ത് നമുക്ക് സഞ്ചാര സ്വാതന്ത്ര്യം വേണം. ഞാൻ പറയുന്നത് പെൻഷൻ മാത്രമല്ല നമ്മുടെ ആവശ്യം, പെൻഷൻ ഒരു ഭാഗം മാത്രമാണ്. പക്ഷെ സഞ്ചാര സ്വാതന്ത്ര്യത്തോടെ ഒരു വീൽ ചെയർ പ്രതിനിധി പുറത്തിറങ്ങുമ്പോൾ അവൻ്റെ കുടുംബത്തോടൊപ്പം പുറത്തിറങ്ങുമ്പോൾ അവൻ്റെ കുടുംബത്തോട് സന്തോഷമായിട്ടിരിക്കുകയും അതിനോടൊപ്പം ജോലി ചെയ്ത് ജീവിക്കാനുള്ള ഒരു അവസരം കൂടിയാണ് നമുക്ക് ആ നിമിഷങ്ങൾ ഉണ്ടാവുന്നത്. എത്ര കാലമാണ് നമ്മൾ സർക്കാരിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് ജീവിക്കാൻ കഴിയുന്നത്? പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ആ ലെവലിലേക്ക് ചിന്തിക്കരുത്. കാലം മാറി. നമുക്ക് 2016 PWD ആക്ട് ഇന്ത്യയിൽ നിലവിൽ വന്നതോടൊപ്പം തന്നെ നമ്മുടെ കേരളത്തിൽ നിലവിൽ വന്നു. അതിൻ്റെ പ്രതിഫലനമാണ് നമ്മൾക്ക് ഇവിടെ സഞ്ചാര സ്വാതന്ത്ര്യത്തോടെ നിയമങ്ങൾ പാസ്സാക്കാൻ തുടങ്ങി. ആ സഞ്ചാര സ്വാതന്ത്ര്യമാണ് ഇന്ന് നമുക്ക് ആധികാരികമായിട്ട് നമുക്കിവിടെ സംസാരിക്കാൻ കഴിയുന്നത്. ആദ്യകാലങ്ങളിൽ ഞാനും നമ്മുടെ ഈ ഓൾ കേരളയിലെ പല ആൾക്കാരും ഒരു പേപ്പറിനകത്ത് ഒരു കട്ടിങ്ങിന് വേണ്ടിയിട്ട് എത്ര വാതിൽ പോയി നിന്നിട്ടുണ്ടെന്നറിയാം. ഒരു ബൈറ്റ് ഞങ്ങളുടെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുമോ, ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് സംസാരിക്കുമോ? അവർക്ക് ഇതൊന്നും ശ്രദ്ധിക്കാനുള്ള സമയമില്ല. അവർക്ക് ലോകകാര്യങ്ങൾ മുഴുവനുണ്ടായിരുന്നു. അന്ന് നമ്മുടെ വാർത്തകൾ കൊടുക്കാൻ ആരുമില്ല. ആ കാലഘട്ടത്തിൽ നിന്ന് ഇന്ന് ഉയർന്ന് ഇന്ന് നമ്മളെ സ്നേഹിക്കുന്ന പത്രപ്രവർത്തകരും ഉദ്യോഗസ്ഥരും മന്ത്രിതലത്തിലും സംസ്ഥാന തലത്തിലും ഉള്ളതുകൊണ്ട് ഇന്ന് നമുക്ക് ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഇന്ന് വന്നിരിക്കുന്ന ഈ സ്ഥാപനത്തിലേക്ക് ഇവിടെ വന്നിരിക്കുന്ന ഈ അവസ്ഥയിലേക്ക് നമുക്ക് എത്തിക്കാൻ നമുക്ക് കഴിഞ്ഞത് നമ്മളുടെ നിശ്ചയദാർഢ്യത്തിൻ്റെ ശക്തി കൊണ്ടാണ്. ഇന്ന് ഈ മനോഹരമായ ഈ ഏരിയ നമുക്ക് വിട്ടുനിന്നത് നമ്മുടെ അനസ്ബായാണ്. പക്ഷേ അനസ്ബായി തരുമ്പോഴും ഇതിൻ്റെ പിന്നിൽ സുജിസാറുണ്ട്, ഇവിടുത്തെ BRTCയുടെ ചെയർ MD. അതേക്കൊണ്ട് ഞാൻ സംസാരിച്ചിരുന്നു, സാറേ ഞങ്ങൾക്ക് ഇത്രയേറെ വാടകയൊന്നും കൊടുക്കാനില്ല സാർ, ഞങ്ങളൊരു ചെറിയ സംഘടനയാണ്. നമ്മുടെ സംഘടനയുടെ പ്രത്യേകത ഞാൻ ഒന്നും കൂടി ഓർമ്മിപ്പിക്കാം, ഓൾ കേരള വീൽ ചെയർ റൈറ്റ്സ് ഫെഡറേഷനാണ്. അതായത് അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്ന സംഘടനയാണ്. നമുക്ക് ഫണ്ടുകളില്ല. നമുക്ക് ഇന്നേ വരെ പ്രസിഡന്റ് സംസാരിക്കും, എന്നാലും ഞാൻ പറയുകയാണ്, അന്ന് ഈ ബൈലോ എഴുതുന്ന സമയത്ത് എനിക്ക് നന്നായിട്ട് അറിയാം ഈ സംഘടനയിൽ പണം വരാൻ പാടില്ല എന്ന് അന്ന് തൊട്ട് എൻ്റെ മനസ്സിലുണ്ട്. കാരണം പണം വന്ന പല സംഘടനകളും മാറിപ്പോകും, പലതരം ചിന്തകളിലേക്ക് പോകും. നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മളുടെ അവകാശങ്ങൾ നേടിയെടുക്കുക എന്നുള്ളതാണ്. ആ അവകാശങ്ങൾ നേടിയെടുക്കാൻ നമ്മൾക്ക് ഇത് കഴിഞ്ഞു, അല്ലെങ്കിൽ പൂർണ്ണതയിൽ എത്തിയോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഒരു തുടക്കം കുറിക്കാൻ ഓൾ കേരള വീൽ ചെയർ റൈഡിന് കഴിഞ്ഞു എന്നുള്ളതൊരു സത്യമാണ്. അതോടൊപ്പം പറഞ്ഞു വന്ന കാര്യങ്ങൾ, ഈ മനോഹരമായ ഈ അങ്കണം നമുക്കായിട്ട് MDയും നമ്മുടെ ഷിജിൽ സാറും അതേ കൂട്ട് തന്നെ എൻ്റെ ഒരു സുഹൃത്തും കസിനുമാണ് ജില്ലാ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിലെ സെക്രട്ടറി ലിജോ ജോസഫ്. അദ്ദേഹവും ഞങ്ങൾ മൂന്നുപേരും സംസാരിച്ചിരുന്നു. അതിൻ്റെ പ്രവർത്തന ഫലമായിട്ട് ഈ മനോഹരമായ അങ്കണം എന്താ പറയുക, ഇത്രയും മനോഹരമായ ഒരു ബേക്കൽ തീരത്ത് നമ്മുടെ സഹോദരങ്ങൾക്ക് ഇരിക്കാൻ വേണ്ടി, വീൽ ചെയർ സഞ്ചാരികൾക്ക് ഇരിക്കാൻ വേണ്ടി ഇത്രയും സൗകര്യം ഒരുക്കി തന്നത് അവരാണ്. സത്യം പറഞ്ഞാൽ ഇതിന് ഏകദേശം
ഒരു 4Kക്ക് മുകളിൽ 40Kക്ക് മുകളിൽ വാടക വരുന്നതാണ്. പക്ഷേ ഇത് നമുക്ക് സൗജന്യമായിട്ടാണ് നൽകിയിരിക്കുന്നത്. അത് അവരെ നമ്മൾ പ്രത്യേകമായി അഭിനന്ദിക്കാം. കാരണം നമ്മളുടെ സംഘടനയ്ക്ക് ഫണ്ട് എടുക്കാൻ പ്രാപ്തിയില്ല. നമ്മുടെ സഹോദരങ്ങൾ 20 രൂപ തോതിലുള്ള പുതിയ ടിക്കറ്റുകൾ കൊടുത്തിട്ടാണ് നമ്മളുടെ സഹോദരങ്ങൾക്കുള്ള ഭക്ഷണവും അതേപോലെ ഇവിടെ വരുന്ന ഓരോരുത്തർക്കും സ്നേഹസമ്മാനങ്ങളും ഒക്കെ കൊടുക്കുന്നത്. അപ്പം അതിൻ്റെ അകത്ത് അത്രയുള്ള അതിനകത്ത് അവർ കാണിച്ച ആ ഒരു സ്നേഹം, കരുതൽ, ഇതെല്ലാം നമുക്കുള്ളതാണ്. ആ ഒരു ആശയത്തിൽ വരാൻ കാരണം ഓൾ കേരള വീൽ ചെയർ റൈഡ് ഫെഡറേഷൻ ഇന്ന് കേരളത്തിൽ ശക്തമായ പ്രവർത്തനങ്ങൾ ആരംഭിച്ച് ഇന്ന് ഒരു 2 വർഷം കൂടുമ്പോഴാണ് നമ്മുടെ തെരഞ്ഞെടുപ്പ് വരുന്നത്. ഇപ്പോൾ ഒരു 4ാമത്തെ ഘട്ടത്തിൽ എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ് നാസർ. അദ്ദേഹം ആണ് ഇപ്പോഴത്തെ പ്രസിഡന്റ്. അദ്ദേഹം കണ്ണൂർ ജില്ലയിൽ, അദ്ദേഹത്തെക്കുറിച്ച് 2 വാക്ക് പറയണമല്ലോ. അദ്ദേഹം കണ്ണൂർ ജില്ലയിലെ ഏറ്റവും കൂടുതൽ കേരളത്തിൽ പ്രതിസന്ധി വന്ന ജില്ലയാണ് കണ്ണൂർ. അവിടെ നമുക്ക് കണ്ണൂരിൽ ജില്ലാ ഗ്രൂപ്പ് ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞൊരു അവസ്ഥയുണ്ടായിരുന്നു. ആ അവസരത്തിൽ നമുക്ക് കൂട്ടായിട്ട് നിന്നത് നാസർക്കയാണ്. ആ നാസർക്കയും എല്ലാവരും കൂടി ചേർന്നിട്ടാണ് കണ്ണൂർ ജില്ലയിൽ നമുക്ക് സംഘടന രൂപീകരിക്കാൻ കഴിയും. അതിൻ്റെ പേരിൽ കുറച്ച് വേറെ ആൾക്കാരുണ്ട്. മരിച്ചുപോയ നമ്മളുടെ ബാബുണ്ട്, അതേപോലെ പല സുഹൃത്തുക്കളും നമുക്ക് അന്ന് അതിനുവേണ്ടി സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ കണ്ണൂർ ജില്ലയിൽ സംഘടന രൂപീകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ ആൾക്കാരുടെ മുമ്പിൽ ഒരു കേരളത്തിലെ ഒരു മന്ത്രിയെ കൊണ്ട് അന്ന് അവിടെ പരിപാടി നടത്താൻ കഴിയുമെന്നുള്ളത് നമ്മളുടെ കഴിവാണ്. നമുക്ക് നമ്മളുടെ അവരോടുള്ള പെരുമാറ്റം കൊണ്ടാണ്. നമ്മളെ കണ്ടിട്ടല്ല, നമ്മൾ അവരോട് ബിഹേവ് ചെയ്യുന്നത്, എങ്ങനെയാണ് നമ്മൾ അവരോട് സംസാരിക്കുന്നത്. ആ ഒരു കാരണം കൊണ്ട് അന്നത്തെ ടൂറിസം അന്ന് എനിക്ക് തോന്നുന്നു, എനിക്ക് ഓർമ്മ, എനിക്ക് ചെറിയ പ്രശ്നങ്ങളുണ്ട്, എന്നാലും അന്നത്തെ ഒരു മന്ത്രിയാണ് അന്ന് അവിടെ വന്ന് ഉദ്ഘാടനം ചെയ്തത്. കാസർഗോഡ് നമുക്ക് കടന്നപ്പള്ളി സാറാണ് അന്ന് ഉദ്ഘാടനം ചെയ്തത്. അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ഒരു ബാബു ഉണ്ടായിരുന്നു. അന്ന് അദ്ദേഹത്തിനോട് വിളിക്കുമ്പോൾ എത്ര വല്ലവരും ഉണ്ടോ, ഞാൻ പറഞ്ഞു സാറേ അധികം പ്രതീക്ഷിക്കേണ്ട, കാരണം കണ്ണൂർ ജില്ലയിൽ ഇങ്ങനൊരു സംഭവമുണ്ട്. അതേപോലെ നാരായണ സാറുണ്ട്. അദ്ദേഹം അതിനുകൊണ്ട് ഒത്തിരി സഹായങ്ങൾ. ഞാൻ ഈ ഓരോ ജില്ലകൾ പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ജില്ലകളുടെ സ്പന്ദനം എനിക്കറിയാം. പക്ഷേ കണ്ണൂർ പ്രത്യേകം പറയാൻ കാരണം അന്ന് അത്രയേറെ പ്രയാസങ്ങൾ, ശക്തമായ എതിർപ്പുകളുണ്ട്. കാരണം എന്നല്ല, സംഘടന പൊളിക്കണം, ഈ സംഘടന മുന്നോട്ട് വരാൻ പാടില്ല എന്നുള്ള ലക്ഷ്യത്തോട് പ്രവർത്തിച്ച ഒരു കൂട്ടം ആൾക്കാരുണ്ടായിരുന്നു. അവിടെ നിന്നെല്ലാം മറികടന്നുകൊണ്ട് കണ്ണൂർ ജില്ലയിൽ മാത്രമല്ല കേരളത്തിലെ 14 ജില്ലകളിലും നമ്മൾ ഡിസംബർ 3 നിവേദന സമർപ്പണം നടത്തി. അതാണ് നമ്മുടെ വിജയം. അപ്പം അത് എൻ്റെ കഴിവല്ല, ഓർഗനൈസ് ചെയ്യാൻ ആളുണ്ടെങ്കിലും നമ്മുടെ ശക്തമായി ഇരിക്കുന്ന ഓരോ പടയാളികളുടെയാണ് ആ വിജയം. ആ വിജയമാണ് ഇന്നും നമ്മൾ ആഘോഷിക്കുന്നത്. ഈ ദിവസവും നമ്മൾ ആഘോഷിക്കുന്നത് എന്താണ്? ആ വിജയമാണ്. അപ്പം കൂടുതലായിട്ട് ഞാൻ പറഞ്ഞു പോകില്ല, കാരണം വൈകിയാണ് നമ്മുടെ പരിപാടികൾ ആരംഭിച്ചത്. എന്നാലും സംഘടനയുടെ വളർച്ചയുടെ കാലഘട്ടത്തിൽ എല്ലാവിധ സപ്പോർട്ടും നിന്ന് ഞങ്ങളോടൊപ്പം ചേർന്ന് നമ്മളോട് ഒറ്റക്കെട്ടായി നിന്ന എല്ലാ ബഹുമാനപ്പെട്ട അംഗങ്ങളോടും ഈ അവസരത്തിൽ പ്രത്യേകം നന്ദി കൃതജ്ഞതയും അറിയിക്കുകയാണ്. നന്ദി. താങ്ക് യു.